ലൈംഗിക പീഡന പരാതിയിൽ ഗവർണർമാർക്ക് പ്രത്യേക പരിരക്ഷയുണ്ടോ? ബംഗാൾ ഗവർണർക്കെതിരെ അതിഗുരുതര പരാതി ഉയർന്നിട്ടും നിയമ സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? വിവാദം രാഷ്ട്രീയ പ്രേരിതമെന്ന ആനന്ദ ബോസിന്റെ വാദത്തിൽ കഴമ്പുണ്ടോ? ബംഗാളിലേത് സർക്കാർ ഗവർണർ പോരിന്റെ പുതിയ മുഖമോ? ലക്ഷ്മി, ഇവിടെ ഗവർണറോ സാധാരണക്കാരനാണോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ ഒരു സ്ത്രീ നൽകിയ ലൈംഗിക പീഡന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഒരു കരാർ ജീവനക്കാരി ഗവർണർക്കെതിരെ ഇത്തരമൊരു അതിഗുരുതരമായിട്ടുള്ള ഒരു പരാതി പോലീസിന് കൈമാറുന്നത്. എന്താണ് ആ പരാതി? അത് ഏപ്രിൽ 24 ഉച്ചയ്ക്ക് 12:45 ഗവർണറുടെ ഓഫീസിൽ വെച്ച് അവരോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി. അതുകൂടാതെ ഈ മാസം 2 അതായത് പരാതി നൽകിയ ദിവസവും വ്യാഴാഴ്ച കോൺഫറൻസ് റൂമിൽ വെച്ചും മോശമായ പെരുമാറ്റമുണ്ടായി. ഈ പരാതി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്, അതിൽ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. ഈ വിവാദം പുറത്തുവന്ന ദിവസവും വളരെ പ്രത്യേകതയുള്ളതാണ്. പ്രധാനമന്ത്രി ബംഗാളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്നതിന്റെ തലേ ദിവസം തൃണമൂൽ MP സാഗരിക ഘോഷാണ് ആദ്യമായി ഈ വിവാദം എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പും പോസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ തോതിൽ ഈ വിവാദം ചർച്ചയാകുന്നതും ആളിപ്പടരുന്നതും സാഗരിക ഘോഷിന്റെ പോസ്റ്റോടുകൂടിയാണ്. പ്രധാനമന്ത്രിയെ കൂടി അതിൽ ലിങ്ക് ചെയ്യിപ്പിച്ചു. അതെ, താങ്കൾ രാജ്ഭവനിലേക്ക് തങ്ങാനെത്തുന്നു, രാജ്ഭവന്റെ അധിപൻ ചെയ്ത കാര്യം ഇതാണ് എന്ന് സൂചിപ്പിക്കുന്ന പോസ്റ്റായിരുന്നു അത്. എന്തായാലും ഗവർണർ പദവിയിൽ ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന് ഭരണഘടനാപരമായ പ്രതിസന്ധി തന്നെയുണ്ട്. ഭരണഘടനയുടെ 361 വകുപ്പ് ഗവർണർക്ക് നൽകുന്ന പരിരക്ഷയാണ് പ്രധാനം. അതുതന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ആനന്ദ ബോസ് അവിടെ ചൂണ്ടിക്കാട്ടുന്നതും അതാണ്. 361 അനുച്ഛേദത്തിലെ ക്ലോസ് 2 പറയുന്ന കാര്യം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. No criminal proceedings whatsoever shall be instituted or continued against the president or the governor of a state in any court during his term of office. ഇത് വളരെ കൃത്യമായി ക്ലോസ് 2 പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ലക്ഷ്മി, ഓഫീസിന്റെ അധികാരങ്ങളും ചുമതലകളും വിനിയോഗിക്കാനോ നിർവഹിക്കാനോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കെ നടത്തുന്ന പ്രവർത്തികൾക്കോ ഒരു കോടതിയോടും ഉത്തരം പറയേണ്ടതില്ല എന്നുകൂടി ഈ ക്ലോസിൽ പറയുന്നുണ്ട്. ക്ലോസ് 3 അത് വ്യക്തമാക്കുന്നത്. ഇങ്ങനെയാണ്: നോ പ്രോസസ് ഫോർ ദ അറസ്റ്റ് ഓർ ഇംപ്രിസൺമെന്റ് ഓഫ് ദി പ്രസിഡന്റ് ഓർ ദി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഷാൾ ഇഷ്യൂ ഫ്രം എനി കോർട്ട് ഡ്യൂറിംഗ് ഹിസ് ടേം ഓഫ് ഓഫീസ് എന്ന് വളരെ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി രാജ്ഭവൻ ഓഫീസിലെ 3 ജീവനക്കാർക്ക് പോലീസ് സമൻസ് അയക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പോലീസ് രാജ്ഭവനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതൊന്നും നൽകാതിരിക്കാനുള്ള ധൃതിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം രാജ്ഭവൻ്റെ ഓഫീസിലേക്ക് പോലീസുകാരെ കടക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ഹാജരാകേണ്ടതില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പരാതി അന്വേഷിക്കുന്നത് തന്നെ നിയമവിരുദ്ധവും അനധികൃതവുമാണ് എന്നാണ് രാജ്ഭവനും ആനന്ദ ബോസും പറയുന്നത്. അതെ, ഈ ഒരു ഭരണഘടനാ പദവിയെ ഒരു കവചമായി ഉപയോഗിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു അന്വേഷണവുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അതിൽ തുടർ നടപടി ഉണ്ടാകും, അതിൽ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഭീഷണിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ്, അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായി ഉന്നയിക്കുന്ന ആരോപണമാണ് എന്ന ഒറ്റ കവചമാണ് ആനന്ദ ബോസ് ഉന്നയിക്കുന്നത്. അത് പറയുന്ന അദ്ദേഹം തന്നെ ഈ ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള പോലീസിനെ അനുവദിക്കുന്നുമില്ല എന്നുള്ളതാണ് അവിടെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ആരോപണവും. നമ്മൾ ഇത്തരം കേസുകൾ പരിശോധിച്ചാൽ ഗവർണർമാർക്കെതിരെ മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 2009 ND തിവാരിയുടെ കേസ് ഓർമ്മയുണ്ടാകും. അന്ന് മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിനെതിരായ ലൈംഗിക വീഡിയോകൾ പുറത്തു വരികയാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ സംപ്രേഷണം ചെയ്യുന്നത് അന്ന് ഹൈക്കോടതി ഇടപെട്ട് തടയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് അദ്ദേഹം അതിനെതിരെ തിരിഞ്ഞു നിൽക്കുകയല്ല ചെയ്തത്. അതിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ തുടർച്ചയായി പുറത്തേക്ക് പോകേണ്ടി വരുന്നുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഒരു ലൈംഗിക പീഡന കേസല്ല എങ്കിൽ പോലും ഒരു ധാർമ്മികത ഉയർത്തിയാണ് അന്ന് ND തിവാരിക്ക് ഗവർണർ സ്ഥാനത്ത് നിന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തു പോകേണ്ടി വന്നത്. അതെ, അത് അത്തരമൊരു നീക്കം ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആനന്ദ ബോസ് ഗവർണർ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം എന്തിന് ഈ പദവിയുടെ പേര് പറഞ്ഞ് ഈ അന്വേഷണത്തെ തടയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യവും. CCTV ദൃശ്യങ്ങൾ അന്വേഷണത്തിന് നൽകുന്നതിൽ ഇപ്പോൾ യാതൊരു വിധത്തിലുമുള്ള തടസ്സമില്ല.
ജീവനക്കാരുടെ അന്വേഷണവുമായി സഹകരിക്കേണ്ട എന്ന് പറയേണ്ട ഒരു ആവശ്യവുമില്ല. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ഏത് അന്വേഷണത്തെയും നിങ്ങൾ വന്നോളൂ, എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ഇത് രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെട്ട ആരോപണമാണെന്ന് കൃത്യമായി പറഞ്ഞ് അദ്ദേഹത്തിന് ഒഴിയാം. അദ്ദേഹത്തിന് ഈ പറയുന്ന ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഇമേജ് തന്നെ വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. പക്ഷേ ആ ധാർമ്മികതയുടെ പേരിലെങ്കിലും അവിടെ മാറി നിന്ന് അന്വേഷണത്തെ നേരിടുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ആ പദവി ഉപയോഗിച്ച് അതിന്റെ ഭരണഘടനാ പരിരക്ഷയെ കവചമാക്കി സർക്കാരിനെ വെല്ലുവിളിക്കുന്നു, നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ഇപ്പോൾ ഗവർണർ സർക്കാർ പോര് എന്നുള്ളത് ബംഗാളിൽ പുതിയ കാര്യമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി അതിപ്പോൾ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ അതൊരു പുതിയ ജഗദീപ് ധൻഖറിന്റെ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആരിഫ് മുഹമ്മദിന്റെ കാര്യം പറഞ്ഞതുപോലെ ജഗദീപ് ധൻഖറും മമതാ ബാനർജിയും തമ്മിലുള്ള പോര് എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ആനന്ദ ബോസ് എത്തുന്നത്. ആനന്ദ ബോസ് ആദ്യമൊക്കെ ഒരു സംയമനം പാലിച്ചല്ലേ? അതെ, മലയാളി കൂടിയാണ് അദ്ദേഹം. ഇവിടെ ഇപ്പോൾ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെയൊക്കെ ആരോപണം ഗവർണർമാരെ വെച്ചുകൊണ്ട് കേന്ദ്രം രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയായിരുന്നു ബംഗാളിൽ അതിശക്തമായിട്ടുള്ള പോര് അവിടെ ഉണ്ടാകാറുണ്ട്. പല ഘട്ടങ്ങളിലും അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെയും ഏറ്റവും ആദ്യം അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ തന്നെ ഒരു കെണിയിൽ പെടുത്തിയിരിക്കുന്നു, ഇതിനേക്കാൾ വലിയൊരു ബോംബാണ് താൻ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കവചമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ തീർക്കുന്നത്. ഏറ്റവും ഒടുവിൽ സന്ദേശ് ഖാലി, മമതാ ബാനർജിയും തൃണമൂൽ സർക്കാരും വലിയ പ്രതിരോധത്തിലായ സംഭവം, അതിലാണ് ഏറ്റവും ഒടുവിൽ വലിയ തോതിൽ ഈ ഗവർണർ സർക്കാർ പോര് നമ്മൾ കണ്ടതല്ലേ? അതെ, അവിടെ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ പോയി. അവിടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ ആനന്ദ ബോസ് സ്വീകരിച്ച നടപടികളാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ വിവാദത്തിലേക്ക് പോയത്. അത് ചെറുതൊന്നുമല്ല TMCയെ ചൊടിപ്പിച്ചത്. വലിയ ഒരു ദേഷ്യം, വലിയൊരു പ്രതികാരം തന്നെ അവർക്ക് അദ്ദേഹത്തോട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇവിടെ തൃണമൂൽ നേതാവിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച സ്ത്രീകളോടും സംഘർഷത്തിനിരയായവരോടും എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത് വലിയ രീതിയിൽ അന്ന് വാർത്തയായതുമാണ്. രാജ്ഭവന്റെ വാതിലുകൾ തുറന്നിടും എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അവർക്ക് അഭയം ഏകും എന്ന് അന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞ ആനന്ദ ബോസാണ് ഇപ്പോൾ ഈ ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്നത് എന്നുള്ളതാണ് അതിലൊരു കൗതുകകരമായ കാര്യം. അതെ, സന്ദേശ് ഖാലിയിലെ ഇരകൾക്ക് അവരുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ ഭയമുണ്ടെങ്കിൽ രാജ്ഭവന്റെ വാതിലുകൾ അവർക്കായി ഇതാ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഗവർണർ അതേ സമാന സ്വഭാവത്തിലുള്ള ഒരു പരാതിയിൽ ആരോപണ വിധേയനായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആനന്ദ ബോസ് അതിനെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറയുന്നതും ഈ സമാന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അന്ന് ഇത്തരം നിലപാട് സ്വീകരിച്ച ഗവർണർ ഇപ്പോൾ എന്തുകൊണ്ട് അന്വേഷണത്തിന് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യമാണ്. അതാണ് ഇപ്പോൾ തൃണമൂൽ പ്രധാനമായും ആയുധമാക്കിയിട്ടുള്ളത്. എന്തായാലും ഗവർണർക്കെതിരെയുള്ള ആരോപണം തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കും എന്ന് ഉറപ്പാണ്. കാരണം അവർക്കിപ്പോൾ ഈ സമയത്ത് എടുത്തുപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആയുധം കൂടിയാണ്. പ്രത്യേകിച്ചും തൃണമൂലിനെതിരെ സന്ദേശ് ഖാലി വലിയ തോതിൽ BJP പ്രചരണ ആയുധം അവിടെ ആക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മണിപ്പൂരിൽ പോയില്ല, പക്ഷേ സന്ദേശ് ഖാലിയിലേക്ക് പോയി. അത്തരത്തിൽ BJP അതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഇതിനോടകം എടുത്ത സ്ഥിതിക്ക് ഈ ആനന്ദ ബോസിനെതിരായ ആരോപണമാണ് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളി. അതിനെ തിരിച്ച് എതിരിടാനുള്ള ഒരു പ്രത്യാക്രമണം നടത്താനുള്ള ഒരു ആയുധം ഇപ്പോൾ എന്തായാലും ആനന്ദ ബോസിനെതിരായ ഈ ആരോപണം തന്നെയാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ സന്ദേശ് ഖാലി പേരിലുള്ള ഒരു വീഡിയോ പ്രചരിക്കുന്നതും BJPക്ക് തിരിച്ചടി തന്നെയാണ്. അതായത് സന്ദേശ് ഖാലി അതിക്രമം BJPയുടെ ഗൂഢാലോചനയാണ് എന്ന് അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതായത് സുവേന്ദു അധികാരി, അതിക്രമം നടത്താൻ നിർദ്ദേശം നൽകിയത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സുവേന്ദു അധികാരിയാണ് എന്ന്. പ്രതിപക്ഷ നേതാവാണ് സുവേന്ദു അധികാരി. അദ്ദേഹം തന്നെയാണ് അതിന് നിർദ്ദേശം നൽകിയത് എന്ന് പറയുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സന്ദേശ് ഖാലി മണ്ഡലം പ്രസിഡന്റ് പറയുന്ന ആ വീഡിയോയാണ് ഇപ്പോൾ എന്തായാലും തൃണമൂൽ കൗൺസിലർ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. BJPക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സംഭവമാണ് എന്ന രീതിയിലേക്ക് ആ ചർച്ചകൾ പോവുകയും അവിടെ BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വ്യാപകമായി തൃണമൂൽ കോൺഗ്രസ് പ്രചരിപ്പിക്കുകയാണ്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മണിപ്പൂരിൽ പോകാത്ത പ്രധാനമന്ത്രി ബംഗാളിൽ ഒരു പ്രധാനപ്പെട്ട ആയുധമായി സന്ദേശ് ഖാലി എടുക്കുന്നു. ആ സമയത്ത് തന്നെയാണ് ഗവർണർക്കെതിരെയും സന്ദേശ് ഖാലിയും BJPക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന രണ്ടായുധങ്ങൾ കൃത്യസമയത്ത് തൃണമൂലിന് കിട്ടിയിരിക്കുന്നത്. എന്നാലും നമുക്ക് ആ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചാലും ഇവിടെ ഉയർന്നിരിക്കുന്നത് അതിഗുരുതരമായ ഒരു ലൈംഗിക പീഡന പരാതിയാണ്. അത് അന്വേഷിക്കുകയാണ് വേണ്ടത്. അത് അന്വേഷിക്കാൻ പോലീസിനെ അനുവദിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ. ആ ധാർമ്മിക മൂല്യം ഏതായാലും ആനന്ദ ബോസ് പാലിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിയമിച്ചവരും ആ ധാർമ്മിക മൂല്യം പാലിക്കാനുള്ള ശ്രദ്ധ കാട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ICL Finco, the intelligent choice.